Dear students, we had a discussion about pure research in the last class. The main objective of pure research was to expand the knowledge base of the researcher or attainment of a knowledge or new knowledge about a particular social phenomena. Now we are moving to the second type of research, applied research. Applied research is otherwise known as action research also. It is on the basis of pure research. Applied research is usually happened. As I said in the previous class, pure research lays the foundation for applied research. So applied research is based on the findings of the or knowledge occurred during the time of pure research. Now let us see what is applied research. See the first sentence. Applied research is carried on to find a solution to a real life problem requiring an action or policy decision. Applied research is carried on to find a solution to a real life problem. So applied research is conducted in order to find out an immediate solution for a problem or a situation an organization which is currently experiencing. നിലവിൽ ഒരു സ്ഥാപനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലത്തിന് ഇമ്മീഡിയറ്റായിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് അപ്ലൈഡ് റിസർച്ച് നടത്തുക. അപ്പോൾ വാട്ട് ഈസ് ആക്ഷൻ റിസർച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ഷൻ റിസർച്ച് ഓർ അപ്ലൈഡ് റിസർച്ച് ഈസ് കണ്ടക്റ്റഡ് in order to find a solution to a real life problem. Real life means in commerce or business condition it may be a business problem which requires an action or policy decision. There is a problem which requires an urgent action or an immediate decision, so we have to find out a solution for that problem. Let's see the second sentence. Research done with the intention of applying the results of the findings to solve specific problems currently being experienced in the organization. അതായത് ഇപ്പോൾ ഓർഗനൈസേഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന ഉദ്ദേശമാണ് അപ്ലൈഡ് റിസർച്ച് അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ച് നടക്കുന്നത്. ആൻ ആക്ഷൻ ഓർ അപ്ലൈഡ് റിസർച്ചർ ഈസ് ട്രൈങ് ടു get a solution for a particular problem which an organization is currently experiencing. See the third sentence. It is based on the application of theories. In the applied research, there may be some kind of application of theories which had been developed during the time of pure research. Pure researchലൂടെ നമ്മൾ രൂപം കൊടുത്ത ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ, ഏതെങ്കിലും ഒരു തിയറി ആവാം, അറിവാകാം, അതിൻ്റെയൊക്കെ ഒരു ആപ്ലിക്കേഷൻ ഈ പറയുന്ന ആക്ഷൻ റിസർച്ചിൽ നടക്കുന്നുണ്ട്. നിലവിലുള്ള അറിവുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു സൊല്യൂഷൻ, ഒരു പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ആക്ഷൻ റിസർച്ച് അല്ലെങ്കിൽ അപ്ലൈഡ് റിസർച്ചിന് വേണ്ടി സാധാരണ നടക്കുന്ന ഏരിയകൾ നോക്കുക. എക്സാമ്പിൾ 1, റിസർച്ച് കണ്ടക്റ്റഡ് ടു ഡിസ്കവർ മെഡിസിൻ ഫോർ എയ്ഡ്സ്. ഇപ്പോൾ എയ്ഡ്സ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലമായിട്ട് എടുക്കുകയാണെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആവശ്യമായിട്ടുള്ള മെഡിസിൻ ആയിരിക്കാം. അപ്പോൾ മെഡിസിൻ കണ്ടെത്താനുള്ള ശ്രമത്തെ നമുക്ക് എന്ത് വിളിക്കാം? ആക്ഷൻ റിസർച്ച് എന്ന് വിളിക്കാം. നെക്സ്റ്റ് നോക്കിയാൽ റിസർച്ച് കണ്ടക്റ്റഡ് ഫോർ ഡെവലപ്പിംഗ് എ ന്യൂ പ്രൊഡക്റ്റ്. ഒരു പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി, അതായത് പുതിയ പ്രൊഡക്റ്റ് കണ്ടെത്തേണ്ടത് നമ്മുടെ കമ്പനിയുടെ ഒരു ആവശ്യം, ഒരു പ്രോബ്ലമായി മാറുന്നു. അപ്പോൾ ഒരു പുതിയ പ്രൊഡക്റ്റ് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള റിസർച്ച്, അതും ആക്ഷൻ റിസർച്ചിൻ്റെ ഭാഗമാണ്. അടുത്ത ഫീച്ചേഴ്സ് ഓഫ് അപ്ലൈഡ് റിസർച്ച്. ഇറ്റ് ഈസ് ക്യാരിഡ് ഓൺ ടു ഫൈൻഡ് എ സൊല്യൂഷൻ ടു എ റിയൽ ലൈഫ് പ്രോബ്ലം. ഇപ്പോൾ ഒരു റിയൽ ലൈഫ് പ്രോബ്ലത്തിൽ നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടി ശ്രമമാകാം. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ ബിസിനസ്സിലുണ്ടാകുന്ന ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിലെ ഒരു പ്രോബ്ലം, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാവാം. ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് തിയറീസ് ഓർ മോഡൽസ് ഫോർ ഫൈൻഡിങ് എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടി തിയറിയുടെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു കണ്ടെത്തുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു മോഡൽ, ഒരു വഴി കണ്ടെത്തുക തുടങ്ങിയതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ദെൻ ഇറ്റ് മേ ഇൻ്റഗ്രേറ്റ് പ്രീവിയസ്ലി എക്സിസ്റ്റിംഗ് നോളജ്. നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള നോളേജും ഈ അപ്ലൈഡ് റിസർച്ചിന് ഉപകരിക്കപ്പെടുന്ന വിധത്തിൽ
അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആൻഡ് ദി ഇൻസ്റ്റൻറ്റ് പർപ്പസ് ഓഫ് അപ്ലൈഡ് റിസർച്ച് ഈസ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ടു എ പ്രാക്ടിക്കൽ പ്രോബ്ലം. അപ്പോൾ ഏതായാലും ഒരു ആക്ഷൻ റിസർച്ചിൻ്റെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു പർപ്പസ് എന്ന് പറയുന്നത് ടു ഫൈൻഡ് ഔട്ട് എ സൊല്യൂഷൻ ടു എ പ്രാക്ടിക്കൽ പ്രോബ്ലം. ഒരു നിലവിലുള്ള നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിന് അത് സോൾവ് ചെയ്യുന്നതിന് ആവശ്യമായുള്ള ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏതൊരു ആക്ഷൻ റിസർച്ചിൻ്റെയും ഏറ്റവും ബേസ് ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. നമുക്കിനി പ്യുവർ റിസർച്ചും അപ്ലൈഡ് റിസർച്ചും തമ്മിലുള്ള ചില ഡിഫറൻസുകൾ ഒരു 4-5 പോയിൻറ്റുകൾ നിങ്ങൾ ഓർത്തിരിക്കുക, പഠിച്ചിരിക്കുക. പ്യുവർ റിസർച്ചും അപ്ലൈഡ് റിസർച്ചും. ഇപ്പോൾ പ്യുവർ റിസർച്ച് ഞാൻ അത് പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് ദി ഒറിജിനൽ ടൈപ്പ് ഓഫ് റിസർച്ച്. റിസർച്ചിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് പ്യുവർ റിസർച്ചാണ്. നോളജ് അറ്റൈൻ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോട് പ്രവർത്തിക്കുന്ന പ്യുവർ റിസർച്ചാണ്. അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്യുവർ റിസർച്ച്. നമ്മളതും പറഞ്ഞതാണ്. പ്യുവർ റിസർച്ചിനെ ബേസ് ചെയ്ത് ആ നോളജും കൂടി അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് അപ്ലൈഡ് റിസർച്ചിൽ റിസർച്ചർ വർക്ക് ചെയ്യുക. അടുത്ത ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ജനറലൈസേഷൻസ് ആൻഡ് വിത്ത് ദി ഫോർമുലേഷൻ ഓഫ് എ തിയറി. പ്യുവർ റിസർച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഫോർമുലേഷൻ ഓഫ് ന്യൂ തിയറിറ്റിക്കൽ നോളജ് ആൻഡ് മേ ബി എ ജനറലൈസേഷൻ ഓഫ് ദിസ് നോളജ്. ഒരു പുതിയൊരു തിയറി കണ്ടെത്തുക, അതിനെ ജനറലൈസ് ചെയ്യുക. ഏതെങ്കിലും ഒരു തിയറി ഒരു അറിവ് നേടിക്കഴിഞ്ഞാൽ അതിന് മൊത്തത്തിൽ എല്ലാ തരത്തിലും വ്യാപകമാകുന്ന രീതിയിൽ തന്നെ ജനറലൈസ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് ഇതിൽ വരിക. ഇപ്പോൾ നമ്മൾ ന്യൂട്ടൺ ഗ്രാവിറ്റി തിയറി കണ്ടുപിടിച്ചപ്പോൾ ആപ്പിൾ മുകളിൽ നിന്ന് താഴോട്ട് വീണു, അത് ഗ്രാവിറ്റി മൂലമാണ് എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ തിയറി അയാൾക്ക് ജനറലൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പിന്നീട് മുകളിൽ നിന്ന് ഏതൊരു വസ്തുവും താഴോട്ട് വീഴുന്നത് ഗ്രാവിറ്റി മൂലമാണ് എന്നുള്ള അങ്ങനെ ഒരു ജനറലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്യുവർ റിസർച്ചിലൂടെ കണ്ടെത്തുന്ന അറിവുകൾ. അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദി ആപ്ലിക്കേഷൻ ഓഫ് തിയറീസ് ഓർ മോഡൽസ് ഫോർ ഫൈൻഡിങ് എ സൊല്യൂഷൻ. ഇത് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ട പ്രോബ്ലംസിന് വേണ്ടിയാണ് അപ്ലൈഡ് റിസർച്ച് നടപ്പിലാക്കുക. സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. നോക്കുക അടുത്ത ഡിഫറൻസ് നോളേജ് ഓറിയൻറ്റഡ് ആണ്. അത് പ്യുവർ റിസർച്ച് എന്ന് പറയുന്നത് നോളേജ് ഓറിയൻറ്റഡ് ആണ്. പക്ഷേ അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ അത് പ്രോബ്ലം അല്ലെങ്കിൽ ഗോൾ ഓറിയൻറ്റഡ് ആണ്. അതിൻ്റെ പ്രോബ്ലം അതിനുള്ള സൊല്യൂഷൻ അതാണ് അതിൻ്റെ ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് അപ്ലൈഡ് റിസർച്ച്. അടുത്തത് ഇറ്റ് സ്റ്റഡീസ് എനി പ്രോബ്ലംസ് ഓർ ആസ്പെക്ട്സ് ഇൻ ദി യൂണിവേഴ്സ്. ഈ യൂണിവേഴ്സിലെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവിനെക്കുറിച്ചുള്ള അറിവ് നേടുന്നതിന് വേണ്ടിയും ഈ പറയുന്ന പ്യുവർ റിസർച്ച് അതിൻ്റെ ഭാഗമാകാം. പ്യുവർ റിസർച്ചിൽ അതിനുവേണ്ടി ശ്രമിക്കാം. പക്ഷേ ആക്ഷൻ റിസർച്ചിൽ ഇറ്റ് സ്റ്റഡീസ് പ്രോബ്ലംസ് വിത്ത് സോഷ്യൽ കോൺസിക്വൻസസ്. മിക്കവാറും ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന സോഷ്യലി അതിൻ്റെ കോൺസിക്വൻസസ് ഉള്ള പ്രത്യാഘാതങ്ങളുള്ള ചില പ്രോബ്ലംസ് അതിന് സൊല്യൂഷൻ കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ആക്ഷൻ റിസർച്ച് ഏറ്റെടുത്ത് റിസർച്ചേഴ്സ് നടത്തുക. ഇനി ഇതിൻ്റെ റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് സാധാരണ പ്യുവർ റിസർച്ചിൽ ഒരു ടെക്നിക്കൽ ലാംഗ്വേജിലായിരിക്കും ഈ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. ഏതൊരു റിസർച്ചും നമ്മൾ നടത്തിയിട്ട് അതിൻ്റെ ഗവേഷണത്തിൻ്റെ ഫലം റിസൾട്ട് ഫൈൻഡിങ്സ് നമ്മൾ റിപ്പോർട്ട് രൂപത്തിൽ കൊടുക്കേണ്ടതാണ്. മിക്കവാറും അത് മോറോർലെസ് ടെക്നിക്കൽ ലാംഗ്വേജ് ആയിരിക്കും ഈ പറയുന്ന പ്യുവർ റിസർച്ചിൽ ഉപയോഗിക്കുക. പക്ഷേ ഒരു ആക്ഷൻ റിസർച്ചിൽ പലപ്പോഴും അതൊരു കോമൺ മനുഷ്യന് സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ ഒരു കോമൺ ലാംഗ്വേജിലായിരിക്കും റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. അതൊരു യൂഷ്വൽ വേ ഓഫ് റിപ്പോർട്ടിങ് ആണ്. ഇനി ഇത് ട്രൈസ് ടു എക്സ്പ്ലെയിൻ വൈ തിങ്സ് ഹാപ്പൻ. ഈ പ്യുവർ റിസർച്ചിൽ എന്തുകൊണ്ടാണ് ഒരു സംഗതി നടക്കുന്നത്, അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് മാത്രമാണ് കണ്ടുപിടിക്കുക. ഇറ്റ് ട്രൈസ് ടു എക്സ്പ്ലെയിൻ വൈ തിങ്സ് ഹാപ്പൻ. അടുത്ത ആക്ഷൻ റിസർച്ചിലാണ് ഇറ്റ് ട്രൈസ് ടു എക്സ്പ്ലെയിൻ ഹൗ തിങ്സ് ക്യാൻ ബി ചേഞ്ച്ഡ്. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ്. ഹൗ തിങ്സ് ക്യാൻ ബി ചേഞ്ച്ഡ് എന്നുള്ള കാര്യമാണ് ആക്ഷൻ റിസർച്ചിൽ വരിക. ഇനി ഒരു പ്യുവർ റിസർച്ചിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെഷേർഡ് ബൈ ദ നേച്ചർ ഓഫ് ഡിസ്കവറി. ഏത് തരത്തിലുള്ള നോളജാണ് അക്വയർ ചെയ്തിരിക്കുന്നത്, ആ നോളജ് കണ്ടെത്തി ആ നോളജ് പ്രസിദ്ധീകരിക്കുന്നു. അപ്പോൾ അതിൻ്റെ നേച്ചർ സ്വഭാവത്തിലുള്ള ഇപ്പോൾ ഒരു മെഡിക്കൽ സയൻസിലൊരു പുതിയ നോളജാണ് കണ്ടെത്തിയിരിക്കുന്നതെങ്കിൽ അത് കൂടുതൽ റെലവൻ്റ് ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ ഏത് ടൈപ്പ് ഓഫ് സ്വഭാവം അനുസരിച്ച് നേച്ചർ ഓഫ് ദി ഡിസ്കവറി അനുസരിച്ച് അതിൻ്റെ റെലവൻസ് കൂടുകയും കുറയുകയും ചെയ്യും. ആക്ഷൻ റിസർച്ചിൽ സക്സസ് ഈസ് മെഷേർഡ് ബൈ ഗോൾസ് അച്ചീവ്ഡ്. നമ്മൾ ഒരു പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയാൽ മാത്രം പോരാ, ആ സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രോബ്ലത്തെ നമ്മൾ ഇല്ലാതാക്കിയിടും ചെയ്യണം, അതിനെ ഓവർകം ചെയ്യുകയും ചെയ്യണം. അങ്ങനെ ഓവർകം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ റിസർച്ച് കൊണ്ട് ഫലം ഉണ്ടായി നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ്
മൂന്നാമത്തെ ടൈപ്പ് റിസർച്ച് എക്സ്പ്ലോറേറ്ററി റിസർച്ച് അല്ലെങ്കിൽ ഫോർമുലേറ്റീവ് റിസർച്ച്. അപ്പോൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്നും അല്ലെങ്കിൽ ഫോർമുലേറ്റീവ് റിസർച്ച് എന്നറിയപ്പെടുന്ന മറ്റൊരു തരത്തിലുള്ള റിസർച്ച് ഉണ്ട്. ഇപ്പോൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഈസ് ആൻ ഇനീഷ്യൽ റിസർച്ച്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത് ഒരു ഇനീഷ്യൽ റിസർച്ചാണ്, അല്ലെങ്കിൽ പ്രാഥമികമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പുതിയ കാര്യത്തെക്കുറിച്ച് നടത്തുന്ന റിസർച്ചിനാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ റിസർച്ചറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ റിസർച്ച് ഏറ്റെടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന കമ്പനിയെ സംബന്ധിച്ച് പുതിയൊരു പ്രോബ്ലം, പുതിയൊരു ഇഷ്യൂ അവരുടെ മുന്നിൽ വരുമ്പോൾ അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവ് നേടലൊക്കെയാണ് ഈ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് വരിക. ഫോർ എക്സാമ്പിൾ, നിലവിൽ ഒരു കമ്പനി ഡൊമസ്റ്റിക്കായിട്ട് മാത്രം ഡീൽ ചെയ്യുന്ന പ്രൊഡക്ട്സ് ഡീൽ ചെയ്യുന്ന ഒരു നാഷണൽ കമ്പനിക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ഉള്ള നടപടിക്രമങ്ങൾക്ക് അവർക്ക് അറിയത്തില്ല. പക്ഷേ അവർ പുതിയൊരു പ്രൊഡക്റ്റ് അവിടെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി അവർ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രാവീണ്യം നേടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് റിസർച്ച് അവർ നടത്തും. അപ്പോൾ ഇതുവരെ അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ല. അതൊരു പുതിയ നോളജാണ് അവർ അക്വയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അതിന് നമുക്ക് എന്ത് വിളിക്കാം, ഒരു എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയാം. എക്സ്പ്ലോറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, പര്യടനം നടത്തുക എന്നൊക്കെ പറയില്ലേ. പല അറിവിന് വേണ്ടി നമ്മൾ പല രാജ്യങ്ങൾ ചുറ്റി സഞ്ചരിക്കുന്നതിനെയും ഒക്കെയാണ് നമ്മൾ എക്സ്പ്ലോറേഷൻ എന്നൊക്കെ പറയുക. അപ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കുക. ഇറ്റ് ഈസ് പ്രിലിമിനറി സ്റ്റഡി ഓഫ് ന്യൂ പ്രോബ്ലം എബൌട്ട് വിച്ച് ദ റിസർച്ചർ ഹാസ് ലിറ്റിൽ ഓർ നോ നോളജ്. റിസർച്ചർക്ക് ഒന്നുകിൽ അല്പം പോലും ഈ കാര്യത്തെക്കുറിച്ച് അറിവില്ല, അല്ലെങ്കിൽ വളരെ കുറച്ച് അറിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് പുതിയ ഒരു പ്രോബ്ലത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പ്രിലിമിനറി സ്റ്റഡിയാണ് നമ്മുടെ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുക. ഇറ്റ് ഈസ് സിമിലർ ടു ഡോക്ടേഴ്സ് ഇനീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് എ പേഷ്യൻറ്റ് ഓർ ദി FIR പ്രിപ്പയർഡ് ബൈ പോലീസ്. ഒരു എക്സ്പ്ലോറേറ്ററി റിസർച്ച് നമുക്ക് ഒരു ലൈഫ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഡോക്ടറെ നമ്മൾ ആദ്യമായിട്ട് കാണാൻ ചെല്ലുമ്പോൾ അയാൾ നടത്തുന്ന ഇനീഷ്യലായിട്ട് ഇൻവെസ്റ്റിഗേഷൻ, അയാളുടെ പ്രാഥമിക പരിശോധന, അതിനെ നമുക്ക് എന്ത് വിളിക്കാം, എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് വിളിക്കാം. കാരണം നമ്മളെന്ന പേഷ്യൻറ്റിനെ കുറിച്ച് ആ ഡോക്ടർക്ക് ഒന്നും തന്നെ അറിയത്തില്ല, ആദ്യമായിട്ടാണ് ഡോക്ടർ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ അത് ഒരു എക്സ്പ്ലോറേറ്ററി റിസർച്ചായിട്ട് വേണം നമുക്ക് പറയാം. അല്ലെങ്കിൽ ഒരു FIR പ്രിപ്പയർഡ് ബൈ പോലീസ്, ഒരു ക്രിമിനൽ കേസ് ഉണ്ടാവുകയാണെങ്കിൽ ആദ്യമായിട്ട് പോലീസിൻ്റെ പ്രാഥമിക നിഗമനങ്ങൾ വെച്ചുകൊണ്ട് എഴുതുന്ന ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്, FIR. അപ്പോൾ അതും എന്താണ്, എക്സ്പ്ലോറേറ്ററി റിസർച്ചിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ്, ഇനീഷ്യൽ റിസർച്ച് കണ്ടക്റ്റഡ് ടു ക്ലാരിഫൈ ആൻഡ് ഡിഫൈൻ ദ നേച്ചർ ഓഫ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നേച്ചർ, എന്ത് സ്വഭാവത്തിലുള്ള പ്രോബ്ലമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു ഇനീഷ്യൽ റിസർച്ചും അത് ഫോർമുലേറ്ററി റിസർച്ചിൻ്റെ ഭാഗമാണ്. ഒരു പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയാണ്, നമുക്കറിവില്ലാത്ത കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പഠനമാണ്. ദെൻ ഇറ്റ് ഈസ് സ്ട്രക്ചേർഡ്, ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മുൻകൂട്ടി വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടായിരിക്കില്ല കാര്യങ്ങളായിരിക്കില്ല മിക്കവാറും ഇതിൽ നടക്കുക. അത് നമുക്ക് എക്സ്പ്ലോറേറ്ററി റിസർച്ചിൻ്റെ മെത്തേഡ്സ് നോക്കുമ്പോൾ നമുക്ക് അല്പോടെ മനസ്സിലാവും. അല്പോടെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു പഠനമാണിത്. അതിനെക്കുറിച്ച് ഡീപ്പർ ലെവലിലേക്കുള്ള പഠനം നടക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അത് സ്ട്രക്ചേർഡാണ്, അല്ലെങ്കിൽ വളരെ പ്ലാൻഡായിട്ട്, വളരെ ഘടനാപരമായിട്ട് സാധ്യതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പഠനമായിരിക്കില്ല. ഇത് ഡസ് നോട്ട് പ്രൊവൈഡ് കൺക്ലൂസീവ് എവിഡൻസ്. അതിന് വ്യക്തമായിട്ടുള്ള ഒരു തെളിവുകളൊന്നും അതിൻ്റെ പഠനത്തിലൂടെ വെളിപ്പെടുന്നുണ്ടാവില്ല. അതായത് സബ്സിക്വൻറ്റ് റിസർച്ച് ഈസ് എക്സ്പെക്റ്റഡ്. വീണ്ടും അതിന്മേൽ റിസർച്ചൊക്കെ നടത്തി അവർ കണ്ടെത്തിയ കണ്ടെത്തലുകളെ സാധൂകരിക്കുന്നുള്ള തെളിവുകൾ വീണ്ടും ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് ഓഫർ എനി കൺക്ലൂസീവ് എവിഡൻസ്, ബട്ട് സബ്സിക്വൻറ്റ് റിസർച്ച് ഈസ് എക്സ്പെക്റ്റഡ് ഇൻ ദിസ് ഏരിയ. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് നമുക്ക് ഇച്ചിരി സ്പീഡ് പറഞ്ഞു. ടു ജനറേറ്റ് ന്യൂ ഐഡിയാസ്, പുതിയ ഐഡിയകൾ കണ്ടെത്താൻ വേണ്ടി. ടു മേക്ക് ആൻ എക്സാക്റ്റ് ഫോർമുലേഷൻ ഓഫ് ദി പ്രോബ്ലം, ഒരു പ്രോബ്ലത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം അതിൻ്റെ എക്സാക്റ്റ് ഫോർമുലേഷൻ, ഒരു പ്രോബ്ലം എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി. ടു ഗാദർ ഇൻഫർമേഷൻ ഫോർ ക്ലാരിഫയിങ് കൺസെപ്റ്റുകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റുകൾ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ, വിശദീകരണമോ മറ്റെന്തെങ്കിലും വേണമെങ്കിൽ ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി. ടു ഇൻക്രീസ് ദ റിസർച്ചേഴ്സ് ഫെമിലാരിറ്റി വിത്ത് ദി പ്രോബ്ലം, ഒരു റിസർച്ചർക്ക് അയാൾക്ക് ആ പ്രോബ്ലമായിട്ടുള്ള ഫെമിലാരിറ്റി, അയാളുടെ പരിചയം കൂടുതൽ വളർത്തുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമം. ടു ക്ലാരിഫൈ കോൺസെപ്റ്റ്, അത് നമ്മളൊന്ന് പറഞ്ഞാണ്, കോൺസെപ്റ്റ് ക്ലാരിഫൈ ചെയ്യുക, അത് മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞാണ്, അത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ടു ഡിറ്റർമൈൻ ദ ഫീസിബിലിറ്റി ഓഫ് ദി സ്റ്റഡി, നമ്മളൊരു പഠനം നടത്തുമ്പോൾ അത് ഫീസിബിളാണോ, അല്ലെങ്കിൽ നമ്മളൊരു പുതിയ പ്രൊജക്റ്റ് വിദേശത്ത് നടപ്പിലാക്കാൻ വേണ്ടി ആരംഭിച്ചു, അത് ഫീസിബിളാണോ, അത് നമുക്ക് പ്രാപ്യമാണോ, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണോ, അതിൻ്റെ ടെക്നിക്കൽ ഫീസിബിലിറ്റി എങ്ങനെയാണ്, അത് ഫിനാൻഷ്യലി അത് വയബിളാണോ, തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ തീരുമാനിക്കുന്നതിന് വേണ്ടിയൊക്കെ ഈ പഠനം നമുക്ക് ഉപകാരപ്പെട്ടേക്കാം. ഇനി എക്സ്പ്ലോറേറ്ററി റിസർച്ച് മെത്തേഡ്സിൽ ഉപയോഗിക്കുന്ന
റിസർച്ച് മെത്തേഡ്സ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെ മെത്തേഡുകളിലൂടെ നമുക്ക് എക്സ്പ്ലോറേറ്ററി റിസർച്ച് നടത്താം. ഒന്ന് എക്സ്പീരിയൻസ് സർവേ ആണ്. ഇറ്റ് ഈസ് ദി മെത്തേഡ് ഓഫ് കണ്ടക്ടിങ് സർവേസ് എമംഗ് ദി പീപ്പിൾ ഹു ഹാവ് ഹാഡ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വിത്ത് ദി പ്രോബ്ലംസ് ടു ബി സ്റ്റഡീഡ്. ഇപ്പോൾ എക്സ്പീരിയൻസ് സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അന്വേഷിക്കുന്ന പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിൽ പ്രാവീണ്യമുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ കണ്ടെത്തുകയും അവരുമായിട്ട് നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ, അതിനെയൊക്കെയാണ് എക്സ്പീരിയൻസ് സർവേ എന്ന് പറയുന്നത്. അവരോട് കാര്യങ്ങൾ ചോദിച്ച് ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കുക. ഇറ്റ് കണ്ടക്ട്സ് ലൈക്ക് ആൻ ഇൻഫോർമൽ ഡിസ്കഷൻ. ഇതൊരു അനൗപചാരിക മീറ്റിംഗ് പോലെ അവരുമായിട്ട് കണ്ടെത്തി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. ആൻഡ് ഹെൻസ് ദെയർ വുഡ് നോട്ട് ബി എനി ഫോർമൽ ക്വസ്റ്റ്യനിയർ. ഫോർമലായിട്ട് നമ്മുടെ എഴുതി തയ്യാറാക്കിയ സ്ട്രക്ചറായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിയർ ഒന്നും അതിൽ ഉപയോഗിക്കില്ല. ഹൗവർ ദ റിസർച്ചർ മേ സിംപ്ലി ഹാവ് എ ലിസ്റ്റ് ഓഫ് ടോപ്പിക്സ് ടു ബി സ്റ്റഡീഡ്. പക്ഷേ ഏതൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചറിയേണ്ടത് എന്നുള്ള ഒരു ലിസ്റ്റൊക്കെ ഈ പറയുന്ന റിസർച്ചറുടെ കൈവശം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഈ മേഖലയിൽ പരിചയമുള്ള ആളുകളുമായിട്ട് നേരിട്ടൊരു ഇൻഫോർമൽ ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ട് നടത്തുന്ന പഠനം, ഒരു മെത്തേഡ്. അങ്ങനെ നമുക്ക് അറിവുകൾ ശേഖരിക്കാം. അല്ലെങ്കിൽ സെക്കൻഡറി ഡാറ്റ അനാലിസിസ്. സെക്കൻഡറി ഡാറ്റ എന്താണ്, പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റ എന്താണെന്ന് നിങ്ങൾക്കറിയാം. സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് വി ആർ യൂസിങ് ഡാറ്റ കളക്റ്റഡ് ബൈ അതർ പീപ്പിൾ ഫോർ എനി അതർ പർപ്പസസ്. പക്ഷേ നമുക്ക് നമ്മുടെ പഠനത്തിന് ആ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ വിവരങ്ങൾ എടുക്കാവുന്നതാണ്. അപ്പോൾ അനാലിസിസ് ഓഫ് സെക്കൻഡറി ഡാറ്റ ഹെൽപ്സ് ടു ഡിഫൈൻ ദ ബിസിനസ് റിസർച്ച് പ്രോബ്ലം. ഒരു ബിസിനസ് റിസർച്ചിൻ്റെ ആ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനും അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സെക്കൻഡറി ഡാറ്റ ഉപയോഗിക്കാവുന്നതാണ്. സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് നമുക്ക് ക്യാൻ ബി കളക്റ്റഡ് എയ്തർ ഫ്രം ഇൻറ്റേർണൽ സോഴ്സസ് ഓർ ഫ്രം എക്സ്റ്റേണൽ സോഴ്സസ്. ഇപ്പോൾ ഇൻറ്റേർണൽ സെക്കൻഡറി ഡാറ്റയെന്നും എക്സ്റ്റേണൽ സെക്കൻഡറി ഡാറ്റയെന്നും നമുക്ക് വേണമെങ്കിൽ അതിനൊന്ന് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇൻറ്റേർണൽ സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദി ഇൻഫർമേഷൻ ദാറ്റ് ഓൾറെഡി എക്സിസ്റ്റ് വിത്തിൻ ദ കമ്പനി ഓർ യൂണിറ്റ്. ഒരു കമ്പനിക്കകത്ത് തന്നെ ഉള്ള, അല്ലെങ്കിൽ കമ്പനിക്കുള്ളിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റെക്കോർഡ്സ് ഉപയോഗിക്കുന്നതിനെയാണ് ഇൻറ്റേർണൽ സെക്കൻഡറി ഡാറ്റ, അല്ലെങ്കിൽ ആ റെക്കോർഡ്സിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുക. എക്സാമ്പിൾ സെയിൽസ് റെക്കോർഡ്, നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങൾ നടത്തിയ സെയിൽസിൻ്റെ കണക്ക്, ബഡ്ജറ്റ്, നമ്മുടെ ഈ വർഷത്തെ ബഡ്ജറ്റ്, കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ്, കഴിഞ്ഞ വർഷങ്ങളിലെ ബഡ്ജറ്റ്, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് ഫോർ ദി പാസ്റ്റ് ഇയേഴ്സ്, പ്രീവിയസ് മാർക്കറ്റ് റിസർച്ച് സ്റ്റഡീസ്, നമ്മളിതിനു മുമ്പ് നടത്തിയ പഠനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ രേഖകൾ, ഇതെല്ലാം നമുക്ക് ഓഫീസിനുള്ളിൽ തന്നെ, നമ്മുടെ കമ്പനിക്കുള്ളിൽ തന്നെ ലഭ്യമാണെങ്കിൽ അത് ഇൻറ്റേർണൽ സെക്കൻഡറി ഡാറ്റ എന്നതിനെ വിളിക്കുന്നു. ഇനി എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഡാറ്റ. എക്സ്റ്റേണൽ, നമുക്ക് ഇൻറ്റേർണലായിട്ട് നമുക്ക് സെക്കൻഡറി ഡാറ്റ അവൈലബിൾ അല്ലെങ്കിൽ വി മേ ഹാവ് ടു ഡിപ്പെൻഡ് അപ്പോൺ സെക്കൻഡറി എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഡാറ്റ. അപ്പോൾ ഇത് നമുക്ക് എവിടെ നിന്ന് കിട്ടാം? ഇറ്റ് മേ ബി പബ്ലിക് ഓർ പ്രൈവറ്റ് ഡോക്യുമെൻറ്റ്. അത് വേണമെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ പബ്ലിക്കേഷൻസ് വരാം, ജേണൽസിൽ വരാം, മാഗസിൻസിൽ വരുന്ന വിവരങ്ങളാവാം. അപ്പോൾ അത് നമ്മുടെ കമ്പനി തന്നെ തയ്യാറാക്കിയ വിവരങ്ങളല്ല, മറ്റാരെങ്കിലും തയ്യാറാക്കിയ വിവരങ്ങളാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് മെറിറ്റ്സ് ഓഫ് സെക്കൻഡറി ഡാറ്റ അനാലിസിസ്. സെക്കൻഡറി ഡാറ്റയ്ക്ക് മെറിറ്റ്സും ഉണ്ട്, ഡിമെറിറ്റ്സും ഉണ്ട്. അതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതാണ്. നമ്മൾ സ്പീഡിൽ പറഞ്ഞു പോകണം. സെക്കൻഡറി ഡാറ്റ പ്രൊവൈഡ് ആൻ ഇൻസൈറ്റ് ടു ദി ടോട്ടൽ സിറ്റുവേഷൻ. സെക്കൻഡറി ഡാറ്റ നമുക്ക് മൊത്തത്തിലുള്ള ഒരു കണ്ടീഷൻ എന്താണ്, നമ്മുടെ പ്രോബ്ലത്തെക്കുറിച്ചുള്ള, നമ്മൾ അന്വേഷിക്കുന്ന വിവരങ്ങളെക്കുറിച്ചുള്ള ഒരു ഇൻസൈറ്റ്, ഒരു ഉൾക്കാഴ്ച നൽകുന്നതിന് സെക്കൻഡറി ഡാറ്റ ഉപകരിക്കും. സെക്കൻഡറി ഡാറ്റ മാത്രം പോരായിരിക്കും, നമുക്ക് ചിലപ്പോൾ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയൊക്കെ ഒരു ബേസായിട്ട് അതിൻ്റെ ഒരു ഇൻസൈറ്റ് കിട്ടുന്നതിന് വേണ്ടി, ഒരു ഉൾക്കാഴ്ച കിട്ടുന്നതിന് വേണ്ടി സെക്കൻഡറി ഡാറ്റ ക്യാൻ ബി യൂസ്ഡ്. ദെൻ സെക്കൻഡ്ലി, സെക്കൻഡറി ഡാറ്റ പ്രൊവൈഡ് കോംപ്ലിമെൻ്ററി ഇൻഫർമേഷൻ. സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോംപ്ലിമെൻ്ററി ഇൻഫർമേഷനാണ്. നമുക്കൊരു അഡീഷണലായിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻ മാത്രമേ പറയാനുള്ളൂ. ഒരു പ്രൈമറി ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അതിനെ പറയാൻ വയ്യ. അതൊരു കോംപ്ലിമെൻ്ററി അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. മെയിനായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് പ്രൈമറി സോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു, പ്രൈമറി ഡാറ്റ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. ഇനി സെക്കൻഡറി ഡാറ്റ ആർ എക്കണോമിക്കൽ നേച്ചർ. സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് എക്കണോമിക്കലാണ്, വളരെ ലാഭകരമാണ്. കാരണം സ്വന്തമായിട്ട് നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് മറ്റാരെങ്കിലും ശേഖരിച്ച വിവരങ്ങൾ നമ്മൾ എളുപ്പത്തിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഫിനാൻഷ്യലി അത് ലാഭകരമാണ്. ഇനി സെക്കൻഡറി ഡാറ്റ ഹെൽപ്പ് ടു സേവ് ടൈം ആൻഡ് കോസ്റ്റ്. സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു സേവ് ടൈം ആൻഡ് കോസ്റ്റ്. നമ്മൾ പറഞ്ഞ പോലെ കോസ്റ്റ് കുറവാണ്, അതോടൊപ്പം തന്നെ ടൈം വളരെ എളുപ്പത്തിൽ അത് കിട്ടുന്നു. ഇനി സെക്കൻഡറി ഡാറ്റ ആർ മോസ്റ്റ് റിലയബിൾ ഇൻ സം കേസസ്. സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് പല കേസുകളിൽ ചിലപ്പോൾ നമുക്ക് നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏജൻസി ശേഖരിച്ച് വെച്ചിരിക്കുന്ന വിവരങ്ങൾ നമുക്ക് ലഭ്യമാണെങ്കിൽ അതായിരിക്കും കൂടുതൽ റിലയബിൾ. ഇപ്പോൾ നമ്മൾ നേരിട്ട് ചെന്നാൽ അത്രയും റിലയബിൾ ആയിട്ടുള്ള വിശ്വസനീയമായിട്ടുള്ള വിവരങ്ങൾ കിട്ടണമെന്നില്ല. അപ്പോൾ ചില കേസിലെങ്കിലും സെക്കൻഡറി ഡാറ്റ ആർ മോസ്റ്റ് റിലയബിൾ.
ഇനി there are some limitations for using this secondary data. First one is, since these are collected for another purpose, these may not be suitable for the study of the research. നമുക്കറിയാം സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് ആ ഡാറ്റ കളക്ട് ചെയ്തിരിക്കേണ്ട ഉദ്ദേശം വേറെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയായിരുന്നിരിക്കാം. പക്ഷേ ഈ ഡാറ്റ നമ്മുടെ പർപ്പസിനോട് യോജിക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ ആക്ച്വലി ഇങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അത് പലപ്പോഴും ചിലപ്പോൾ നമ്മുടെ പർപ്പസിന് യോജിക്കുന്നതായിരിക്കണമെന്നില്ല. നമ്മളങ്ങനെ വിചാരിച്ചുകൊണ്ട് എടുക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അത് അങ്ങനെ ആയിരിക്കണമെന്നില്ല. may not be suitable for the study of the researcher. Then since they are collected in past, may not be the current information. അത് സെക്കൻഡറി ഡാറ്റ കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ പണ്ട് ഉപയോഗിച്ച് കളക്ട് ചെയ്ത് വെച്ച ഡാറ്റയാണ്. ആ ഡാറ്റ might have been changed during this period. അപ്പോൾ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ നമുക്ക് അതിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ കറണ്ട് ഇൻഫർമേഷന് ലഭിക്കണമെന്നില്ല എന്നുള്ളത് സെക്കൻഡറി ഡാറ്റയുടെ ഒരു ഡീമെറിറ്റാണ്. The analyst is not participating in the planning and execution of the data collection. ഈ ഡാറ്റ കളക്ട് ചെയ്യുന്ന അതിൻ്റെ പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ അതിലൊന്നും ഈ അനലിസ്റ്റിന് യാതൊരു പാർട്ടിസിപ്പേഷനും ഇല്ല. കാരണം വേറെ ആരോ അല്ലെങ്കിൽ ഈ കറണ്ട് റിസർച്ചൊക്കെ അതിലൊന്നും ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കില്ല. വേറെ ആരോ അവരുടെ ആവശ്യത്തിന് വേണ്ടി കളക്ട് ചെയ്ത് വെച്ച ഡാറ്റ അത് നമ്മുടെ അടുത്ത് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു പാർട്ടിസിപ്പേഷനും ക്രിയേറ്റീവ് സജഷൻസൊന്നും അതിലുണ്ടാകുന്ന മാറ്റങ്ങളൊന്നും അതിൻ്റെ ഡാറ്റ കളക്ഷനിലും റെക്കോർഡിങ്ങിലൊന്നും വന്നിട്ടുണ്ടാവില്ല. ഇനി അതുകൊണ്ട് തന്നെ we have to take some precautionary steps while using secondary data. First one is it should be reliable. Reliable എന്ന് പറയുന്നത് it should be collected from the reliable source. നമുക്ക് വിശ്വസനീയമായിട്ടുള്ള അല്ലെങ്കിൽ റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്കത് റിലയബിൾ ആയിരിക്കും. മിക്കവാറും ഗവൺമെൻറ്റിൻ്റെ റെക്കോർഡ്സ്, വിവരാവകാശ നിയമപ്രകാരം കിട്ടുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് കൂടുതൽ റിലയബിളായിട്ട് അനുഭവപ്പെട്ടേക്കാം. അപ്പോൾ റിലയബിലിറ്റി ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ സ്യൂട്ടബിലിറ്റി. ദ ഡാറ്റ ഷുഡ് ബി സ്യൂട്ടബിൾ ടു ദി ഒബ്ജക്റ്റീവ് സ്കോപ്പ് ആൻഡ് നേച്ചർ ഓഫ് ദി സ്റ്റഡി. ഈ ഡാറ്റ നമ്മുടെ പർപ്പസിന്, നമ്മുടെ റിസർച്ച് പർപ്പസിന് സ്യൂട്ടബിൾ ആയിരിക്കണം. അതിനോട് യോജിക്കുന്ന അനുയോജ്യമായിട്ടുള്ള ഡാറ്റ മാത്രമേ സെക്കൻഡറി ഡാറ്റ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആൻഡ് തേർഡ്, ആഡിക്വസി. ദ ലെവൽ ഓഫ് ആക്യുറസി ഷുഡ് ബി ആഡിക്വേറ്റ് ഫോർ ദി സ്റ്റഡി. അതായത് ആക്യുറസി നമ്മൾ ഉറപ്പ് വരുത്തണം. ആഡിക്വേറ്റ് ആക്യുറസി മസ്റ്റ് ബി എൻഷേർഡ് ബിഫോർ യൂസിങ് സെക്കൻഡറി ഡാറ്റ. അതാ പറയുന്നത് ആഡിക്വസി എന്ന് ഉദ്ദേശിക്കുന്ന ആഡിക്വസി ഇൻ കേസ് ഓഫ് ആക്യുറസിയുടെ കാര്യത്തിൽ നമ്മൾ, കൃത്യതയുടെ കാര്യത്തിൽ നമ്മളൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ മാത്രമേ നമ്മൾ സെക്കൻഡറി ഡാറ്റ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളത് സെക്കൻഡറി ഡാറ്റയിൽ നിന്ന് എടുക്കാവുള്ളൂ, ഉപയോഗിക്കാവുള്ളൂ. ഇനി മറ്റൊരു മെത്തേഡാണ്